ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും KSEB അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ കുറെ നാളുകളായി കാത്തിരുന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ KSEB മസ്ദൂറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇതാ വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ പറയുന്ന രീതിയിൽ നമ്മുടെ PSCയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്ന പ്രസിദ്ധീകരണത്തിൽ അവർ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 30-ാം തീയതി തന്നെ KSEB മസ്ദൂറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിഷ് ചെയ്യുന്നുള്ള കാര്യം. അതേപോലെ തന്നെ PSC വാക്ക് പാലിച്ചിരിക്കുകയാണ്. അവരെന്ത് ചെയ്തിരുന്നു, ഈ പറയുന്ന ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന KSEB മസ്ദൂറിലേക്ക് എന്ത് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ അവർ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതോടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. ഓക്കെ, നോക്കിയേ, ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഗസറ്റഡ് ഡേറ്റ് 30/4/2026. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3/6/2026 ആണ് എന്നുള്ളതാണ്. ഓക്കെ, 3/6/2026 ആണ്. ഓക്കെ, അതായത് ജൂൺ മാസം 3-ാം തീയതി വരെയാണ് അവസാന തീയതി എന്നുള്ളത്. കാറ്റഗറി നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. 21/2026 എന്നുള്ളതാണ് അതിന്റെ കാറ്റഗറി നമ്പർ. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്, വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ സ്കെയിൽ ഓഫ് പേ അല്ലെങ്കിൽ ശമ്പളം എന്ന് പറയുന്നത് 24,400 മുതൽ 43,600 വരെയാണ് അതിന്റെ ശമ്പള സ്കെയിൽ എന്നുള്ളതാണ്. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ജോബാണ് എന്നുള്ള കാര്യം. അതേപോലെ തന്നെ വിവിധ ജില്ലകളിലേക്ക്, അതായത് ഈ പറയുന്ന കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് എന്ത് ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്ന മുഴുവൻ വേക്കൻസികളുടെ എണ്ണം നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. തിരുവനന്തപുരം 101, കൊല്ലം 49, പത്തനംതിട്ട 24, ആലപ്പുഴ 70, കോട്ടയം 64, ഇടുക്കി 96, എറണാകുളം 139, തൃശ്ശൂർ 62, പാലക്കാട് 68, മലപ്പുറം 64, കോഴിക്കോട് 117, വയനാട് 26, കണ്ണൂർ 73, കാസർഗോഡ് 32 എന്നിങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ജില്ല തിരിച്ചിട്ടുള്ള എന്ത് ചെയ്യുന്നത് വേക്കൻസികളുടെ എണ്ണം എന്ന് പറയുന്നത്. അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2011 അവസാനമായിട്ട് എന്ത് ചെയ്തത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിൽ നിന്ന് ഏകദേശം 4000-ത്തിലോളം അധികം എന്ത് ചെയ്യുന്ന ആളുകളെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസികൾ എന്ന് പറയുന്നത് ഏകദേശം 985ഓളം എന്താണ് വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി പ്രധാനമായിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ അതിന്റെ ഏജ് ലിമിറ്റിലേക്ക് വരാം. 18 മുതൽ 40 വയസ്സ് വരെയാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ഏജ് ലിമിറ്റ് ആയിട്ട് കാണിക്കുന്നത്. അതായത് 2/1/1986-നും 1/1/2008-നും ഇവിടെ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന SC/ST OBC വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് സ്വയമേ ഈ പറയുന്ന രീതിയിൽ മറ്റ് പരീക്ഷകൾക്കുള്ള പോലെ തന്നെയുള്ള റിസർവേഷൻ എന്ത് എവിടെ കാണാൻ വേണ്ടി പറ്റും, ഈ ഒരു പരീക്ഷയിലും കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മറ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്ന അതേ കാര്യം തന്നെയാണ്. അതായത് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഈ പറയുന്ന 2011 ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ എന്ത് വ്യത്യസ്തമായിട്ടാണ് ഈ പറയുന്ന 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് SSLC പാസ് ആയിരിക്കണം അല്ലെങ്കിൽ SSLC തത്തുല്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ ആൻഡ് എന്ന് പറയുന്നുണ്ട്, കൂടാതെ തന്നെ എന്തും ഉണ്ടായിരിക്കണം, ഈ പറയുന്ന ഗവൺമെന്റ് അപ്രൂവ്ഡ് 2-year നാഷണൽ ഓർ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ. ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ തസ്തികയില്, ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ എന്ന് പറയുന്ന ആ ഒരു തസ്തികയില് ട്രേഡില് നിങ്ങൾക്ക് 2 വർഷത്തെ എന്തും കാണണം. ഈ പറയുന്ന ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള 2 വർഷ നാഷണൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യൻ വയർമാൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന 5 അടി 2 ഇഞ്ച് അല്ലെങ്കിൽ 157.48 സെന്റിമീറ്ററും അതേപോലെ തന്നെ വിഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ത്രീകൾക്ക് നോക്കുകയാണെങ്കിൽ 144.78 സെന്റിമീറ്റർ ആണ് പറയുന്നത്. പണ്ടത്തെ നോട്ടിഫിക്കേഷനകത്ത് ഈ പറഞ്ഞ സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനിലെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെന്ന് പറയുന്ന ഓഫീസ് ജോലിയല്ല. ഈ പറയുന്ന ഒരു ഓഫീസിനകത്ത് ഇരുന്ന് ജോലി ചെയ്യുന്ന പരിപാടിയല്ല. ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഫിസിക്കലായിട്ട് കുറച്ച് ജോലികൾ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അല്ലെ, ഫീൽഡ് വർക്കും ഉണ്ടാകും എന്നുള്ളതാണ്. അല്ലെ, അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിഷൻ നോർമൽ വിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുന്നുണ്ട് അത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ must be physically fit for outdoor works and physical fitness shall be evaluated by the testing pole climbing skill എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ പറയുന്ന KSEB അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്യുന്നു പുതുക്കിയത് ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ അവർ ഇറക്കിയ സമയത്ത്, ഒരു പ്രസിദ്ധീകരണം അവർ ഇറക്കിയ സമയത്ത്, നോട്ടീസ് ഇറക്കിയ സമയത്ത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എന്ത് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. അല്ലെ, ഇതിനകത്ത് ഒരു പോൾ ക്ലൈംബിംഗ് സ്കിൽ ടെസ്റ്റും കൂടെ എന്ത് ചെയ്യുന്നതിനകത്ത് കാണുമെന്നുള്ളതാണ്. KSEB എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും പോസ്റ്റ് ഉണ്ട്, പോസ്റ്റിൽ കയറി കാണിക്കണമല്ലോ. അല്ലെ, അപ്പൊ അതിന് പ്രധാനമായിട്ട് ഈ പറയുന്ന കാൻഡിഡേറ്റ്സ് മസ്റ്റ് ബി ഏബിൾ ടു അസെൻഡ് ആൻഡ് ഡിസെൻഡ് 9 മീറ്റർ ഇലക്ട്രിക് പോൾ വിത്തിൻ ദ ടൈം ലിമിറ്റ് ഓഫ് 8 minutes. അതായത് 8 മിനിറ്റ് കൊണ്ട് 9
മീറ്റർ പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ കയറാനും ഇറങ്ങാനും സാധിക്കണമെന്നുള്ളത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്കിൽ ടെസ്റ്റ് ആണ് പ്രധാനമായിട്ടും പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ പ്രൊഫഷൻസി ഓഫ് ദി കാൻഡിഡേറ്റ് ഷാൽ ബി അസസ്ഡ് ഇൻ ദി പ്രാക്ടിക്കൽ ടെസ്റ്റ് ബി കണ്ടക്ടഡ് ബൈ ദി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അറ്റ് ദ ടൈം ഓഫ് സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന രീതിയിൽ നിങ്ങളെ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കേരള PSC ടെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ടു പ്രൂവ് ദ ഫിസിക്കൽ ഫിറ്റ്നസ് മിഷൻ എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിന്റെ ലാസ്റ്റ് ഡേറ്റോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ഇനി അറിയേണ്ടത് എന്നുള്ളതാണ്. ആണേ, ഓക്കെ, അത് നമുക്ക് നോക്കാം. ഓക്കെ, അവിടെ കാണാൻ വേണ്ടി പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 3/6/2026 ആണ്. അതായത് ജൂൺ മാസം 3-ാം തീയതിയാണ് അവസാനത്തെ തീയതി എന്ന് പറയുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ എന്താണ് ഈ പറയുന്ന രീതിയിൽ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നവർ www.kerala.psc.gov.in വെബ്സൈറ്റിലൂടെ എന്ത് ചെയ്യുക, അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റണം, ഈ പറയുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ പരീക്ഷകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ITI ഉണ്ടായിരിക്കണം. ITI വയർമാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ തസ്തികയിൽ 2 വർഷത്തെ ITI ഇതിന് ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ 10ാം ക്ലാസ് പാസ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ ഈ ഒരു തസ്തികയിലേക്ക് ഈ പറയുന്ന രീതിയിൽ വളരെ നാളായിട്ട് കാത്തിരിക്കുന്നവരായിരിക്കാം അല്ലെ. അപ്പോൾ നല്ല വ്യക്തമായിട്ട് തന്നെ ഈ ഒരു തസ്തികയിലേക്ക് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുമുണ്ട്. വളരെ ഡെഡിക്കേഷനോടുകൂടി തന്നെ ഇങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു KSEB-യിൽ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഈ വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകൾ, അതായത് ഈ പറയുന്ന KSEB-യുടെ പരീക്ഷയിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ പരീക്ഷ എഴുതിയെടുക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണ്. അതായത് നമ്മൾ KSEB മസ്റ്റ് ടൂറിന് വേണ്ടിയിട്ട് നമ്മുടെ ASB അക്കാഡമി നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡെയിലി സ്റ്റഡി പ്ലാൻസും വീക്ക്ലി മോക്ക് ടെസ്റ്റുകളും സിലബസുകളും പ്രീമിയം ഈ പറയുന്ന PDF സ്റ്റഡി മെറ്റീരിയൽസും വളരെ എക്സ്പേർട്ട് ഉള്ള ഫാക്കൽറ്റീസ് ക്ലാസ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് പറയുന്ന രീതിയിൽ വളരെ ബേസിക് കോൺസെപ്റ്റുകളും മറ്റു കാര്യങ്ങളും വളരെ അഡ്വാൻസ് ഉള്ള കോൺസെപ്റ്റും മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ പഠിച്ചു മാറാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. പരീക്ഷ വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അപ്പിയർ ചെയ്യാൻ വേണ്ടിയും സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ രീതിയിൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സുകളിലേക്ക് മറ്റും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഈ പറയുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടോ എങ്ങനെയാണ് കോഴ്സ് പോകുന്നതെങ്കിലോ അതിൽ പറയുന്ന കോഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നോ അങ്ങനെ ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ട് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാനും വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാനും ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ നാളെ വ്യക്തമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ കോഴ്സ് എന്താണ്, ഈ പറയുന്ന രീതിയിൽ എന്താണ് പരീക്ഷ എന്നൊക്കെ എന്ത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്, നിങ്ങൾക്കും എന്ത് ചെയ്യണം, ഉണ്ടാകണം. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. അപ്പം മറക്കണ്ട, ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നവർ വളരെ പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ അയച്ച് പഠിക്കാൻ തുടങ്ങുക. താങ്ക് യു. ബൈ.